ഹായ് ഹലോ മദർ യൂണിവേഴ്സിറ്റിക്ക് സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിന് പ്രപഞ്ചശക്തി എന്ത് മെസ്സേജാണ് നൽകുന്നത്? ഇന്നേ ദിവസം എന്ത് മെസ്സേജാണ് നൽകുന്നത്? ആദ്യം തന്നെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ സന്തോഷത്തെ മാറ്റി വെക്കരുത്, ഒന്നിനു വേണ്ടിയും മാറ്റി വെക്കരുതെന്നുള്ള ഒരു മെസ്സേജോട് കൂടിയാണ് ഫസ്റ്റ് കാർഡ് തന്നെ വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളോട് തന്നെ ജസ്റ്റിസ് ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകരുത്. നിങ്ങൾ മൂവ് ഓൺ ചെയ്യേണ്ടതായിട്ടുള്ള ചില സിറ്റുവേഷൻ ഉണ്ട്, മൂവ് ഓൺ ചെയ്യുക. അത് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നതായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യം പ്രപഞ്ചം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങൾ ആഗ്രഹിച്ചിട്ടല്ലല്ലോ നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്ന നന്മകളും തിന്മകളും ഒക്കെ നിങ്ങളിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നത്. അതിന് പ്രപഞ്ചം തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നതാണ്. പക്ഷേ പ്രപഞ്ചത്തിന് ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, നിങ്ങളോട് തന്നെ ലോയലായിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സന്തോഷത്തെ മാറ്റി വെക്കരുതെന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. ഏതെങ്കിലും കാരണത്താൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ തെറ്റിന് നിങ്ങൾ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്തു വരിക. നിങ്ങൾക്ക് ചില കാർമികമായിട്ടുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ തന്നെ നിങ്ങൾ ഇപ്പോഴും സ്റ്റക്കായി നിൽക്കാതെ അതിൽ നിന്നും പുറത്തു വരിക, മൂവ് ഓൺ ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ജഗിൾ ചെയ്യുന്നതായിട്ടുള്ള ചില സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങളുടെ മൈൻഡിനെ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അത് ബാലൻസിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, നിങ്ങൾ സ്ട്രെങ്ത് കൊണ്ടുവരിക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. പലപ്പോഴും നിങ്ങളുടെ മനസ്സ് ജഗ്ലിംഗ് ആയി പോകുന്നുണ്ട്. നമുക്ക് രണ്ട് വെള്ളത്തിൽ കാല് വെച്ച് പോകാൻ സാധിക്കത്തില്ലല്ലോ. ഏതെങ്കിലും ഒരു കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ചില വ്യക്തികളുണ്ട്, വിശ്വസിക്കുന്നു എന്ന് നമ്മൾ പറയുകയും ചെയ്യും, അതോടൊപ്പം തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് നടക്കില്ല എന്നുള്ള ഒരു ബോധം കൂടി ഉണ്ട്. എക്സാമ്പിൾ പറയാം, ഇപ്പം നമ്മളിലേക്ക് പൈസ അട്രാക്റ്റ് ചെയ്യാൻ നമ്മളിപ്പോൾ ഒരു വോയിസ് പറയുമ്പോൾ ഉടൻ തന്നെ അവർ എനിക്ക് ഒരു 10 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വരട്ടെ എന്ന് ഉടൻ തന്നെ അവർ അഫർമേഷൻ ചെയ്യുന്നു. ഓക്കെ, അത് അഫർമേഷൻ അല്ല. അവരുടെ ഉപബോധ മനസ്സിന് തീർച്ചയായിട്ടും അറിയാം 10 ലക്ഷം രൂപ വരാൻ പോകുന്നില്ല എന്നുള്ളത്. എങ്കിലും ശബ്ദം കൊണ്ട് മാത്രം നമ്മൾ 10 ലക്ഷം രൂപ വരണേ 10 ലക്ഷം രൂപ വരണേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല അഫർമേഷൻ. നമ്മുടെ ഉപബോധ മനസ്സ് ഉൾക്കൊണ്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വിശ്വാസമാണ് നമ്മളിലേക്ക് കടന്നു വരേണ്ടത്. അതിന് നമ്മൾ സ്റ്റെപ്പായിട്ട് കടന്നു പോയേ മതിയാകുകയുള്ളൂ. ഇപ്പം നമ്മൾ പൈസയ്ക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിന് നിങ്ങൾ ഉടനെ തന്നെ ഒരു 10 ലക്ഷം രൂപയല്ല ആവശ്യപ്പെടേണ്ടത്. എനിക്ക് ഇന്നേ ദിവസം ഒരു 500 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് കടന്നു വരണേ, അല്ലെങ്കിൽ എൻ്റെ കരങ്ങളിലേക്ക് കടന്നു വരണേ എന്നുള്ള രീതിയിൽ നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മുടെ ഈ മിഡിൽ ഫിംഗർ എന്ന് പറയുന്നത് നമ്മുടെ ആകാശത്തെയാണ് ഇവിടെ പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ എലമെൻ്റ് ആയിട്ടുള്ള ഈ മിഡിൽ ഫിംഗർ നമ്മുടെ തേർഡ് ഐ പോയിന്റിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഉപബോധ മനസ്സിനോട് നമുക്ക് പറയാം, ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഉപബോധ മനസ്സ് എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു 500 രൂപ കടന്നു വരണേ എന്ന് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ, നിങ്ങളിപ്പോൾ എത്ര പൈസയുള്ള ആളാണെങ്കിലും ശരി തന്നെ ഒരു 500 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് കടന്നു വരണേ എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. കാരണം നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് സ്റ്റെപ്പ് ഒരു കുഞ്ഞിനെ പോലെയാണ്. സ്റ്റെപ്പ് മാത്രമായിട്ട് നമുക്ക് വിശ്വാസത്തെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ആ 500 രൂപ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബിലീവ് സിസ്റ്റം നിങ്ങളുടെ ഉള്ളിലുണ്ടാകും. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഈ അട്രാക്റ്റ് ചെയ്യാനുള്ള ശക്തി എന്നിലുണ്ട് എന്നുള്ളൊരു സന്തോഷം, ആ ഒരു ബിലീവ് സിസ്റ്റം നിങ്ങളിലേക്ക് ഉണ്ടാകും. പിന്നെ നിങ്ങൾക്ക് ഒരു 3-4 പ്രാവശ്യം ഇതുപോലെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്തതിന് ശേഷം പിന്നീട് നിങ്ങൾക്കത് 1000 ആക്കാം, 10,000 ആക്കാം, 20,000 ആക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ എന്താണോ ചോദിക്കുന്നത് പ്രപഞ്ചം അത് നിങ്ങൾക്ക് തന്നിരിക്കും 100%. ഓക്കെ, എന്നാൽ ശരി, ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് അംബാനി ആകാം, അതാകാം, ഇതാകാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസമല്ല അവിശ്വാസമാണ് അവിടെ സംഭവിക്കുന്നത്. കാരണം അത് പറയുമ്പോഴേ നിങ്ങൾക്കറിയാം അത് നടക്കില്ല എന്ന്, അല്ലേ? എനിക്ക് നാളെ തന്നെ എൻ്റെ ഒരു വീട് നടക്കണേ എന്ന് വയ്ക്കുമ്പോഴത്തേക്ക് ആ പറയുന്ന വാക്കിൽ തന്നെ എനിക്കുണ്ട് അത് നടക്കാൻ പോകുന്നില്ല എന്ന്, അല്ലേ? അപ്പം എൻ്റെ ഉള്ളിൽ അവിശ്വാസമാണ് ആ ഒരു സമയത്ത് മുന്നേ നിൽക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിവേഴ്സിൽ നിന്നും അട്രാക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. അല്ലാതെ നമ്മൾ ജഗിള് ചെയ്തുകൊണ്ടിരിക്കുന്നത് നടക്കുമോ ഇല്ലയോ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ബാലൻസ് കിട്ടത്തില്ല, നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, അതാണ് പ്രപഞ്ചം പറയുന്നത്. നമ്മൾ രണ്ട് മനസ്സോടുകൂടി ഇരിക്കാതെ ഏക മനസ്സിൽ മുന്നോട്ട് പോകുക എന്ന് പ്രപഞ്ചം നിങ്ങളോട് ഉപദേശിക്കുന്നുണ്ട്.
നിങ്ങളോട് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ റീഡ് ചെയ്യുന്ന ഞാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രപഞ്ചം നൽകുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ എന്ത് മെസ്സേജാണ് പ്രപഞ്ചം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഒരു ഗ്രോത്തിനുള്ള ടൈം നിങ്ങളുടെ മുന്നിലേക്ക് ആയിരിക്കുന്നു. പക്ഷേ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള പല ട്രോമാസിനെയും റിപ്പീറ്റ് ആയിട്ട് നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരികയും അത് ജീവിതത്തിൽ ഏറ്റുപറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഭാരങ്ങൾ വർദ്ധിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നമ്മളുടെ ഓവർ തിങ്കിങ് നമ്മളിൽ തന്നെ ഇങ്ങനെ കുന്നുകൂടിയിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും ഈ ഒരു സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നെങ്കിലും പ്രപഞ്ചം നിങ്ങളെ മാറ്റിക്കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴും പഴയ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ തന്നെ ശപിക്കുന്ന രീതിയിലുള്ള വാക്കുകളെ ഇവിടെ കൂടുതൽ ഭാരങ്ങൾ സൃഷ്ടിക്കുന്നു. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കർമ്മയുണ്ട്. ഒരു 2 വർഷത്തോളമുള്ള ഒരു കർമ്മ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കർമ്മ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അതിനുശേഷം നിങ്ങളൊരു പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. 2 വർഷത്തെ കർമ്മ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയി. പക്ഷേ നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷത്തിന് ശേഷവും റിപ്പീറ്റായിട്ട് അതിങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ആ കർമ്മയുടെ ലെങ്ത് കൂട്ടി കൊണ്ടുവരുന്നു. ഓക്കെ, ആ നെഗറ്റീവായിട്ടുള്ള തോട്ടുകൾ വീണ്ടും എടുത്തടുക്കി വയ്ക്കുന്നു. 2000 നടന്ന ചിന്തകളും പ്രവൃത്തികളും എല്ലാം നമ്മൾ വീണ്ടും പറക്കിയെടുത്ത് 2025 ഇങ്ങനെ അടുക്കി വെക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓരോ വർഷവും ആ പഴയ കർമ്മയുടെ പാസ്റ്റിൽ നമുക്ക് അനുഭവിക്കേണ്ടി വന്ന കർമ്മകൾ റിപ്പീറ്റായിട്ട് നമ്മൾ അഫർമേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ 2025. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ബ്രേക്ക് ചെയ്യുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. എങ്കിൽ മാത്രമായിരിക്കും ഒരു ഗ്രോത്ത് നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. കൂടുതൽ സ്പിരിച്വലി കണക്റ്റഡ് ആകുക. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു സ്പിരിച്വൽ ഗൈഡൻസ് വേണമെങ്കിൽ നിങ്ങൾ അത് എടുക്കുക എന്നുള്ളതാണ്. കാരണം പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പുതിയ വഴികൾ തുറക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിച്ചിട്ട് തന്നെയാണ്. പാസ്റ്റ് ലൈഫിൽ കടന്നു പോയിട്ടുള്ള എന്തെങ്കിലും ട്രോമാസ് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അത് ഈ ഒരു സമയത്ത്, ഈ വീഡിയോ എപ്പോഴാണോ കേൾക്കുന്ന ആ സമയം തൊട്ട് ഞാൻ അനുഭവിച്ചതെല്ലാം എൻ്റെ ജീവിതത്തിലെ ഗുണപാഠമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളിലേക്കുള്ളതാണ്. എൻ്റെ ഗോളുകൾ സെറ്റ് ചെയ്ത് എനിക്ക് മുന്നോട്ട് പോകേണ്ടതാണെന്ന് ഉറപ്പിക്കുക. ഗോളുകൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണെന്ന് നിങ്ങൾ ഉറപ്പിക്കുക എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗ്രോത്ത് വരുന്നുണ്ട്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് അവയർനെസ് വന്നിരിക്കുന്നത്? നിങ്ങളെ ബാധിച്ചിരിക്കുന്നതായിട്ടുള്ള ചില അന്ധകാരമായിട്ടുള്ള തോട്ടുകളുണ്ട്, അത് ഉരിഞ്ഞു കളയുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ ദൈവികമായിട്ടുള്ള ശക്തി ഉണ്ട്. ഓക്കെ, നമ്മുടെ സോൾ എന്ന് പറയുന്നതും ദൈവത്തിൻ്റെ അംശമാണ്. ജീവിതത്തിൽ നമുക്ക് നന്മകൾ കിട്ടിയില്ല എന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ നമ്മൾ നെഗറ്റീവായി പോകരുത്. എന്തിനും അതിൻ്റേതായിട്ടുള്ള യൂണിവേഴ്സൽ ടൈമിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പുറമേ ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള നെഗറ്റീവ് തോട്ടുകളെല്ലാം നിങ്ങൾ റിലീസ് ചെയ്യുക. നിങ്ങളുടെ ഓറയെ നിങ്ങൾ ക്ലെൻസ് ചെയ്യുക എന്നാണ് പറയുന്നത്. നമുക്ക് സറൗണ്ടിങ് എനർജി എന്താണ്? നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ എപ്പോഴും നമ്മളെ ശപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഓറ ഓട്ടോമാറ്റിക്കലി നെഗറ്റീവായി മാറും. നിങ്ങൾ എന്നും ഫോൺ വിളിച്ച് കേൾക്കുന്നത് നിങ്ങളെ അപമാനപ്പെടുത്തുകയും നിങ്ങൾ നെഗറ്റീവാണ്, നിങ്ങൾ ഒരിക്കലും നന്നാകില്ല, നിങ്ങൾ ഈ ലോകത്തിനെ ശാപമാണ് എന്നൊക്കെയുള്ള ഒരു വാക്കുകളിലൂടെയാണ് ഡെയിലി നിങ്ങൾ ജീവിതത്തിലേക്ക് കാല് വെക്കുന്നതെങ്കിൽ, നിങ്ങളുടെ മോർണിംഗ് എല്ലാം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഓറ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് സറൗണ്ടിങ് എനർജി നെഗറ്റീവായി മാറുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ സെൽഫായിട്ട് നിങ്ങളുടെ ഓറയെ നിങ്ങൾക്ക് ശക്തിപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷനിലൂടെ മാത്രമേ നിങ്ങൾക്കത് സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ നിന്നും ദൈവ ചൈതന്യം അത് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതിന് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. ഇൻറ്റ്യൂഷൻ പവർ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകണം, ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ സെലക്ട് ചെയ്യണം, നേരായ മാർഗങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് നിങ്ങൾക്ക് മെഡിറ്റേഷൻ അത്യാവശ്യമാണ്. യൂണിവേഴ്സുമായിട്ടുള്ളൊരു കണക്ഷൻ അത്യാവശ്യമാണ്. നിങ്ങളുടെ സറൗണ്ടിങ് നെഗറ്റീവ് ഓറയിൽ നിന്നും നിങ്ങളെ തന്നെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ചെയ്യുക. യൂണിവേഴ്സിൻ്റെ ടൈമിന് വേണ്ടി, നിങ്ങളുടെ ജീവിതത്തിലെ നന്മയ്ക്ക് യൂണിവേഴ്സിൻ്റെ ടൈമിന് വേണ്ടി കാത്തിരിക്കുക. ഇപ്പം ഓരോ നിങ്ങൾക്ക് ക്ലെൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്വയം സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹീലിങ്ങിലൂടെ നിങ്ങൾക്ക് ക്ലെൻസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഓറയെ ക്ലെൻസ് ചെയ്ത് മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓക്കെ,
സാമ്പത്തികപരമായിട്ടും ജോലി സംബന്ധമായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ച തന്നെയാണ് വരുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള നോളജ് പ്രപഞ്ചം നിങ്ങളുടെ ഉള്ളിലേക്ക് തരുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ ഉയർത്തി മാനിക്കുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മാറ്റം, നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ മാറ്റം തന്നെ സ്പിരിച്വലായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഓഫറുകൾ നിങ്ങളെ തേടി എത്തുന്നതായിട്ടാണ് കാണുന്നത്. അത് ജോലി സംബന്ധമായിട്ടാണെങ്കിലും ഉയർച്ചയിലേക്ക് നിങ്ങൾ പോകാൻ സമയമായിരിക്കുന്നു. അതുപോലെ തന്നെ സാമ്പത്തിക ഗ്രോത്ത് നിങ്ങൾക്ക് വരാൻ സമയമായിരിക്കുന്നു. നിങ്ങൾ എന്താണോ അഫർമേഷൻ ചെയ്യുന്നത്, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ കാത്തിരിക്കുന്നത്, തീർച്ചയായിട്ടും അത് നിങ്ങളെ തേടി എത്തുന്നു എന്നുള്ള ഒരു മെസ്സേജ് വന്നിരിക്കുന്നു. ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചതിന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. നിങ്ങളുടെ ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് അയ്യോ എൻ്റെ ജോലി അത്രയും മോശമായിരുന്നു, ഞാൻ അത്രയും അനുഭവിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് വിചാരിച്ച് നമ്മൾ നിരന്തരമായി നമുക്ക് അന്നം തന്നതായിട്ടുള്ള, നമുക്ക് കൈനീട്ടി നമ്മൾ പൈസ വാങ്ങിച്ചിട്ടുള്ളതായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനെ ഡെയിലി നിങ്ങൾ നെഗറ്റീവാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് അടുത്തത് കിട്ടുന്ന ജോലി അതിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള ജോലിയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. കാരണം പ്രപഞ്ചം നിങ്ങൾക്ക് തരുന്ന ജോലി അത് നിങ്ങൾ നെഗറ്റീവായിട്ടാണ് വിതച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അടുത്തത് യൂണിവേഴ്സിൽ നിന്ന് അഫർമേഷൻ ലഭിക്കുന്നതും നിങ്ങൾ ഈ വിതച്ചിരിക്കുന്നതായ വാക്കുകളുടെ ഓവറോൾ എനർജി ആയിരിക്കും നിങ്ങൾക്ക് പുതിയ ജോലി ലഭിക്കുന്നത്. അതും നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ് തരുന്നതായിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നിങ്ങളെ വേദനിപ്പിച്ചത്, അല്ലെങ്കിൽ ജോലിയായിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. എൻ്റെ ജീവിതത്തിൽ ഇത്രയും നാൾ ഉണ്ടായ ആ ജോലിക്ക് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് ലഭിച്ച ആ സാമ്പത്തികം കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് സന്തോഷമുള്ള പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിനെല്ലാം ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. ആ വ്യക്തികൾക്ക്, ആ ജോലി സ്ഥലത്തുള്ള ഓരോ വ്യക്തികൾക്കും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഒരു പോസിറ്റീവ് മെസ്സേജാണ് യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ജോലി തന്നെ ആയിരിക്കും. അത് റിലേഷൻ ആയാലും ശരി തന്നെ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യണം. പല വ്യക്തികൾക്കും സെക്കൻഡ് മാരേജ് ഫസ്റ്റിനേക്കാളും ദുരന്തമായി തീരാറുണ്ട്. അതിന് കാരണം തന്നെ ഇതാണ്. നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്ന പുതിയ പാർട്ട്ണറിനെ, ആ പാർട്ട്ണറിനെ കുറിച്ച് ആ പാർട്ട്ണറിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ റിലേഷൻഷിപ്പിലുണ്ടായ ദുരനുഭവത്തിൻ്റെ വിത്തുകളാണ് നമ്മൾ ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. ആ പാർട്ട്ണറുമായിട്ട് നമ്മൾ സംസാരം തുടങ്ങുന്ന സമയത്ത് എന്താണ് ചെയ്യുന്നത്, ദുരനുഭവത്തിൻ്റെ വിത്തുകൾ ആ വ്യക്തിയുടെ മനസ്സിലേക്ക് വിതച്ചുകൊണ്ടേയിരിക്കും. ആ കേൾക്കുന്ന സമയത്തൊക്കെ ഞാൻ നിന്നോട് ഉണ്ട്, നിൻ്റെ ജീവിത അവസാനം വരെ ഞാൻ നിനക്ക് കാണും, ഒരിക്കലും ഞാൻ നിന്നെ കണ്ണുനീരിൽ ആഴ്ത്തത്തില്ല എന്നൊക്കെ അവർ പറയും. പക്ഷേ അതാണ് ശരിക്കുള്ള വ്യക്തി. പക്ഷേ നമ്മൾ കൊണ്ടുവന്ന ആ വിത്തുകളാണ് പുതിയ വ്യക്തിയുടെ മൈൻഡിലേക്ക് നമ്മൾ ഇടുന്നത്. അതുവരെ നമ്മളോട് ആദ്യ സമയങ്ങളിലൊക്കെ നമ്മളോട് സംസാരിക്കുന്ന വ്യക്തികൾ വളരെ സ്നേഹത്തോടും കെയറിങ്ങോടും കൂടി സംസാരിക്കുന്ന വ്യക്തികൾ പോകെ നമ്മളിട്ടിരിക്കുന്ന വിത്ത് ഒന്നും നല്ല വിത്തുകളായിരിക്കത്തില്ല. കഴിഞ്ഞ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചതായിട്ടുള്ള ദുരനുഭവങ്ങളോ നമ്മൾ ജോലി സ്ഥലത്ത് നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ ആയിട്ടുള്ള നെഗറ്റീവായിരിക്കും കൂടുതൽ റിലേഷൻഷിപ്പിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് പോകെ കുറച്ച് ദിവസങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇട്ടിരിക്കുന്ന വിത്തുകൾ വളരാൻ തുടങ്ങും. വളർന്നിട്ട് ആ വ്യക്തിയുടെ തലച്ചോറിൽ നിന്നും നമുക്ക് തിരിച്ചു നൽകുന്ന ഫലം എന്ന് പറയുന്നത് നമ്മൾ ഇത്ര ഇട്ടിരിക്കുന്ന വിത്തിൻ്റെ ഇരട്ടിയായിരിക്കും അല്ലേ. നമ്മൾ വിത്ത് ഇത്ര ഇട്ട് കഴിഞ്ഞാൽ അത്രയും അനുഭവമല്ല തിരിച്ചു കിട്ടുന്നത്, അതിൻ്റെ കൊട്ടക്കണക്കിനായിരിക്കും കിട്ടുന്നത്. അപ്പം എന്തുകൊണ്ടാണെന്ന് നമുക്കത് മനസ്സിലാവത്തില്ല. നമ്മളെപ്പോഴും കുറ്റം പറയുന്നത് എന്താണ്, അതിനെ കഴിയും ഇരട്ടിയാണ് പെയിൻ തരുന്നത്, എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ റിലേഷന് കഴിയും വലിയ ദുഃഖമാണല്ലോ ഈ റിലേഷനിൽ കിട്ടുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരിലേക്ക് കുറ്റങ്ങൾ ആരോപിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതായിരിക്കും. പക്ഷേ ഒരിക്കൽ പോലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. നമ്മുടെ വാക്കുകൾ, നമ്മൾ ചെയ്യുന്ന അവരെ റിലേഷൻഷിപ്പിലേക്കോ അല്ലെങ്കിൽ നമ്മളൊരു ജോലി സ്ഥലത്തേക്കോ കടന്നു ചെല്ലുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഒരു വാക്കെന്ന് പറയുന്ന എനർജിയാണ്. ആ വാക്കുകൾ എങ്ങനെയാണ് യൂണിവേഴ്സിലേക്ക് കടത്തി വിടുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണോ നമ്മൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്നത് അതായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്നത്. നിങ്ങളുടെ വാക്കുകളെ സൂക്ഷിക്കുക. നമ്മൾ വിചാരിക്കും ഒരു നാക്കല്ലേ, അത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും കിട്ടത്തില്ല, ഒരു പ്രശ്നമില്ല എന്ന് വിചാരിക്കും. പക്ഷേ അത് നല്ല പ്രശ്നമാണ്. ഏറ്റവും നമ്മുടെ ശരീരത്തെ പൂർണ്ണമായും നശിപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും നശിപ്പിക്കുന്നത് നാവ് തന്നെയാണ്. നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന വാക്കുകൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വാക്കുകളെ സൂക്ഷിക്കുക. നമ്മുടെ വാക്കുകൾ എന്താണോ യൂണിവേഴ്സിലേക്ക് കടന്നു പോകുന്നത് അത് തന്നെയാണ് ഇരട്ടിയായി നമ്മളിലേക്ക് തിരിച്ചു വരുന്നത്. കാരണം വിത്താണ്, നമ്മുടെ വാക്കുകൾ എന്ന് പറയുന്നത് വിത്താണ്. ഓക്കെ, അതുകൊണ്ട് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഫൂളിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വാക്കുകൾ, വഴികൾ സൂക്ഷിക്കുക. മുന്നോട്ട് പോകുമ്പോൾ വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകുക എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് ഗൈഡൻസ് നൽകുന്നുണ്ട്. ഓക്കെ.
നിങ്ങൾ സെൽഫ് റെസ്പെക്റ്റോട് കൂടി ഇരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരാൾക്ക് നിങ്ങളുടെ വീക്ക്നെസ് എന്താണെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നിങ്ങളുടെ വീക്ക്നെസ് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു വിലയും അവർ നൽകുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ വാക്കുകളെ മുന്നോട്ട് അയക്കുക എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് മോർണിംഗിൽ തരുന്ന മെസ്സേജ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. റിക്കി ഹീലിംഗ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നതായിട്ടുള്ള നെഗറ്റീവ് തോട്ടുകളിൽ നിന്നും നിങ്ങളുടെ സറൗണ്ടിങ് എനർജി, നെഗറ്റീവ് എനർജിയിൽ നിന്നുമെല്ലാം റിലീസ് ചെയ്യുന്നതിന് നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങൾ സെൽഫായിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ തന്നെ ചെയ്യാം. അതിന് സാധിക്കുന്നില്ല, എത്ര ചെയ്തിട്ടും സെൽഫായിട്ട് ചെയ്തിട്ടും നിങ്ങളിൽ നിന്ന് നെഗറ്റീവ് എനർജി പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളെ റിക്കി ഹീലിംഗ് സഹായിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഹാപ്പി ഓണം.